ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളത്തിനടുത്താണ് കണിച്ചുകുളങ്ങര. കടലിറങ്ങിപ്പോയി രൂപപ്പെട്ട പൂഴിമണൽ ഭൂമികയിൽ ഭൂതകാല ചരിത്രങ്ങൾ പൊൻതരികളെ പോലെ നിറയെ നിറഞ്ഞ ഗ്രാമത്തിൽ ഐശ്വര്യവരദായിനിയായി കണിച്ചുകുളങ്ങര ദേവി. കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കണിച്ചുകുളങ്ങര ക്ഷേത്രം. ദേവിയുടെ ഉത്സവ നാളുകളിൽ 21 ദിവസവും അരയിലും തലയിലും ചുവന്ന പട്ടണിഞ്ഞ് അമ്പലപ്രാവുകളെ പോലെ വന്നു നിറയുന്ന ചിക്കരക്കുട്ടികൾ വേറിട്ട ഒരു പ്രാർത്ഥനയുടെ സൗന്ദര്യ കാഴ്ചകളാണ്. കഴിഞ്ഞ വർഷം 3000-ലേറെ ചിക്കരക്കുട്ടികളാണ് ചിക്കര വഴിപാട് നേർന്ന് കളംപിരിയിൽ പങ്കെടുത്തത്. ക്ഷേത്രത്തിനരികിൽ വേലികെട്ടി സംരക്ഷിക്കുന്ന 7 വരി മുള്ളുകളുള്ള കൈത വിശ്വാസത്തിന്റെ മറ്റൊരു കാഴ്ചയാണ്. സസ്യശാസ്ത്രത്തിന് തന്നെ വിസ്മയം തീർത്ത ഈ കൈതച്ചെടികൾ ക്ഷേത്ര പുരാവൃത്തത്തിൽ നിറഞ്ഞു കിടപ്പുണ്ട്. ദേവിയുടെ ഉത്സവ നാളുകളിൽ അശുദ്ധിയോടെ തഴപ്പായമിടയാൻ കൈതയോല വെട്ടാൻ പോയ ചെറുമി പതിവ് തെറ്റിച്ചതിന്റെ ഫലമായി കൈതയോല നിറയെ മുള്ളുണ്ടായി. 7 വരി മുള്ളുകൾ. കണിച്ചുകുളങ്ങരയ്ക്ക് അരികിലെ മറ്റൊരു പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ് അർത്തുങ്കൽ സെന്റ് ആൻഡ്രൂസ് ബസിലിക്ക. 1581 പോർച്ചുഗീസുകാർ അർത്തുങ്കലിൽ വിശുദ്ധ അന്ത്രയോസിന്റെ പേരിൽ പള്ളി പണി കഴിപ്പിച്ചത്. വ്യത്യസ്ത വിശ്വാസങ്ങളുടെ സമഞ്ജസ സമ്മേളിതമായ നാട്. ബാങ്കുവിളികളാലും മന്ത്രോച്ചാരണങ്ങളാലും പ്രാർത്ഥനാ മന്ത്രങ്ങളാലും നന്മകളുടെ പവിത്രത കാത്തുസൂക്ഷിക്കുന്ന കണിച്ചുകുളങ്ങര. കണിച്ചുകുളങ്ങരയ്ക്കടുത്തെ മറ്റൊരു തീർത്ഥാടന കേന്ദ്രമാണ് തങ്കി സെയിന്റ് മേരീസ് ഫെറോന പള്ളി. കർത്താവിന്റെ അത്ഭുത തിരുസ്വരൂപം കാണാനും പ്രാർത്ഥിക്കാനും നിത്യേന വിശ്വാസികൾ എത്തുന്ന പള്ളി. കടലിനോട് ചേർന്ന് കിടക്കുന്ന കണിച്ചുകുളങ്ങരയും സമീപ പ്രദേശങ്ങളും മനോഹാരിതയുടെ നിറഭംഗി തീർക്കുന്നു. കടലിന്റെ നീലിമയും കരയിലെ ഹരിതകാന്തിയും കായലിൻ്റെയും പാറക്കെട്ടുകളുടെയും വൈവിധ്യമാർന്ന സൗന്ദര്യ കാഴ്ചകളും ഒന്നിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അത് ദേശത്തിൻ്റെ മഹിത സൗഭാഗ്യമായി മാറുന്നു. ഓരോ യാത്രികനിലും ഈ സൗന്ദര്യ തീരങ്ങൾ കടലോളം സംതൃപ്തിയേകുന്നു. ക്ഷേത്രങ്ങളും പള്ളികളും വിദ്യാലയങ്ങളും കടലോര ജീവിതങ്ങളും നാടും നാട്ടാരും എല്ലാം ചേരുമ്പോൾ അതൊരു സംസ്കാരമായി മാറുന്നു. അനേകം അധ്യായങ്ങളുടെ സാംസ്കാരിക ചരിത്രങ്ങൾ. ഈ ഒരു ചരിത്രത്തിലെ സവിശേഷമായ അധ്യായമാണ് കണിച്ചുകുളങ്ങരയിലെ ശ്രീരാമകൃഷ്ണ ഗ്രാമസേവാ സമിതി. ഭാരതത്തിന്റെ വികസനം ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ മാത്രമേ സാധ്യമാവൂ എന്ന ഗാന്ധിജിയുടെ ദീർഘവീക്ഷണത്തെ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പ്രസ്ഥാനമാണ് ശ്രീരാമകൃഷ്ണ ഗ്രാമസേവാ സമിതി. ഗ്രാമങ്ങളിലെ സാധാരണ ജനങ്ങളെ ഹൃദയപൂർവ്വം ചേർത്ത് നിർത്തിയാണ് SRK ഗ്രാമസേവാ സമിതി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്. ഇത് 2011 ഡിസംബറിലാണ് ഞങ്ങൾ രൂപീകരിച്ച് രജിസ്റ്റർ ചെയ്തത്. സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളായിട്ടാണ് തുടങ്ങി വെച്ചത്. കൊറോണ കാലത്തിന് ശേഷം ഗ്രാമീണ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഏറ്റെടുത്ത് നബാർഡുമായിട്ട് ചേർന്ന് വനിതകൾക്ക് മുഖ്യ പ്രാതിനിധ്യം കൊടുത്ത് JLG ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾ രൂപീകരിച്ചു. അവർക്ക് ആക്ടിവിറ്റിയിൽ പരിശീലനം കൊടുത്തു. ഓരോ സംരംഭകരാക്കി മാറ്റുന്നതിലേക്കുള്ള വായ്പ കൊടുത്തു. അവരുടെ പ്രോഡക്റ്റുകൾ വിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഗ്രാമചന്തകൾ, അതോടൊപ്പം തന്നെ ഓൺലൈൻ വിപണി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ, ഇതെല്ലാം നൽകുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റുകളാണ് തുടർ പദ്ധതികളിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഗ്രാമസേവാ സമിതി ആദ്യകാലങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളായിരുന്നു മുൻകൈയെടുത്ത് ചെയ്തുകൊണ്ടിരുന്നത്. ഇതുകൂടാതെ ഇപ്പം ജൈവഗ്രാമം പദ്ധതിയിൽ 50% സബ്സിഡിയിൽ വിത്ത്, വളം, പിന്നെ കാർഷിക യന്ത്രോപകരണങ്ങൾ, കീടനാശിനികൾ ഇവ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും ഞങ്ങൾ കർഷകരുടെ ഗ്രൂപ്പുകളാക്കി എടുത്തിരിച്ചിട്ടുള്ള ക്ലസ്റ്ററുകളുടെ രൂപീകരണം കഴിഞ്ഞു. SRK നടപ്പാക്കിയ ജൈവഗ്രാമം പദ്ധതിയിലൂടെ ഒട്ടേറെ കർഷകർ പൂഴിമണലിൽ വിള സമൃദ്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. പച്ചക്കറിത്തോട്ടങ്ങൾ ഉണ്ടാക്കി കൃഷി ലാഭകരമായി മാറ്റിയ ഒരു കർഷക. നന്നായി പരിപാലിച്ചാൽ പൂഴിമണലിലും പൂക്കളുടെ അടക്കം പച്ചക്കറികളുടെയും മറ്റും കൃഷികൾ വിജയിപ്പിക്കാനാവുമെന്ന് ഇവിടുത്തെ കൃഷിയിടങ്ങൾ ബോധ്യപ്പെടുത്തുന്നു. ജൈവഗ്രാമം പദ്ധതിയിലെ ഗുണഭോക്താക്കൾ ലാഭകരമായി നടത്തുന്ന ഒട്ടേറെ കാർഷിക അനുബന്ധ സംരംഭങ്ങളുണ്ട്. ഇത് ഇമ്മാനുവൽ കല്ലുപുരയ്ക്കലും ഭാര്യ റോസിയും. ഇവർ നടത്തുന്ന വിഗോവ
താറാവ് വളർത്തൽ യൂണിറ്റാണിത്. വിവിധ പ്രായത്തിലുള്ള വിഗോവ താറാവുകൾ ഇവിടെയുണ്ട്. താറാവുകളോടൊപ്പം മുയൽ വളർത്തലുമുണ്ട്. വീട്ടുമുറ്റത്തെ ചെറിയ കുളം നിറയെ മത്സ്യങ്ങളെയും ഇമ്മാനുവൽ കല്ലുപുരയ്ക്കൽ വളർത്തുന്നു. ആലപ്പുഴ ജില്ലയിൽ മിക്ക ഇടങ്ങളിലും പ്രകൃതിദത്തമായ കുളങ്ങളുണ്ട്. വീട്ടുമുറ്റത്തെ ഇത്തരം കുളങ്ങളിൽ കർഷകർ വിവിധ ഇനം മത്സ്യങ്ങളെ വളർത്തുന്നു. ഇത് സർഗം ഗ്രൂപ്പിലെ സിന്ധു ബാബു. മീൻ വളർത്തലിനൊപ്പം ഫുഡ് പ്രോഡക്ട്സ് യൂണിറ്റും ഇവരുടെ ഗ്രൂപ്പ് നടത്തുന്നു. പ്രധാനമായും വിവിധ തരത്തിലുള്ള അച്ചാറുകളാണ് ഇവർ ഉണ്ടാക്കുന്നത്. സർക്കയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വനിതകളുടെ ഗ്രൂപ്പാണ്. സർഗം എന്നാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പേര്. ഞങ്ങൾ ഗ്രൂപ്പിൽ അച്ചാറ്, ചിപ്സ് ഐറ്റംസ്, ചെറിയ ചെറിയ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പച്ചക്കറി കൃഷി ഞങ്ങൾ കൂട്ടമായിട്ട് പാട്ടത്തിന് സ്ഥലം എടുത്ത് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ മത്സ്യകൃഷിയുണ്ട്. അങ്ങനെ അച്ചാർ ഒരിക്കലും മിച്ചം വരാറില്ല. ഇടുന്ന അനുസരിച്ച് ഞങ്ങൾക്ക് ചിലവാകാറുണ്ട്. ക്ഷീര കർഷകരുടെ വലിയൊരു കൂട്ടായ്മ SRK ഗ്രാമസേവാ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. നാടിന്റെ പല ഭാഗത്തും ക്ഷീര കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ മികച്ച രീതിയിൽ ഉപജീവനമാർഗമായി പശുക്കളെ വളർത്തുന്നു. പശുപരിപാലനം മാത്രമല്ല, ഇവർക്ക് ആട് വളർത്തലുമുണ്ട്. പശുക്കളും ആടുകളും വരുമാന സ്രോതസ്സാണ്. അതോടൊപ്പം പച്ചക്കറി കൃഷിയുമുണ്ട്. ഇത് ജോണമ്മ. ആടുവളർത്തൽ യൂണിറ്റ് ആരംഭിച്ച് ജീവിതമാർഗം കണ്ടെത്തി. ഗ്രാമവികസനത്തിലൂടെ ഒരു രാജ്യത്തിന്റെ വികസനത്തിൽ പങ്കാളിയാവുകയാണ് SRK ഗ്രാമസേവാ സമിതി. എന്താ സാമ്പത്തിക സാക്ഷരത? സാമ്പത്തിക കാര്യങ്ങളിലെ അറിവ്, അവബോധം, വൈദഗ്ധ്യം, അതനുസരിച്ചുള്ള പെരുമാറ്റം, ഈ കാര്യങ്ങളെല്ലാം കൂടെ നമ്മൾ സമ്മേളിക്കുമ്പോഴാണ് സാമ്പത്തികമായിട്ട് നമ്മൾ സാക്ഷരരാകുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ 40% പലിശ തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 2 വട്ടം ആലോചിക്കണം എനിക്ക് തരാൻ സാധിക്കുമെന്ന്. പണം ഏൽപ്പിക്കണോ, കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് ഏൽപ്പിക്കണോ, അവിടെ നിങ്ങൾ തീരുമാനം എടുക്കണം. അപ്പോൾ ആ എടുക്കുന്ന തീരുമാനം നിങ്ങൾ സാമ്പത്തികമായിട്ട് സാക്ഷരരായെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇനി സാമ്പത്തികമായി സാക്ഷരരായി കഴിഞ്ഞാൽ അവർക്കുള്ള ചില സ്വഭാവവിശേഷങ്ങളെ പറ്റി പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൃത്യമായ സമ്പാദ്യം, അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, നിങ്ങളെല്ലാം ഗ്രൂപ്പിൽ അംഗങ്ങളാണ്. ശരിയായ നിക്ഷേപം, ഈ സമ്പാദ്യത്തെ നിങ്ങൾ ഭാവിയിലൊരു വരുമാനം കിട്ടുന്ന രീതിക്കുള്ള നിക്ഷേപങ്ങളാക്കി മാറ്റുന്നു. അതുപോലെ മതിയായ ഇൻഷുറൻസ്. പിന്നൊന്ന് സിബിൽ സ്കോർ. സിബിൽ സ്കോർ എന്താണെന്നറിയാവോ? നമ്മളുടെ നിലവിലുള്ള വായ്പകളുടെ തിരിച്ചടവ് കൃത്യമാക്കണം. നിലവിൽ വായ്പ ഇല്ലെങ്കിലോ? നിലവിൽ വായ്പ ഇല്ലെങ്കിൽ നമുക്ക് -1 എന്നൊരു സ്കോർ ഉണ്ടാവും. ഈ -1 സ്കോറാണെങ്കിൽ നിങ്ങൾക്ക് വായ്പയുടെ ഡീറ്റെയിൽസ്, ആ വിവരങ്ങൾ അതിനകത്ത് ഇല്ലെന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മറ്റേതെങ്കിലും രീതിക്ക് നിങ്ങളുടെ വായ്പയുണ്ടോ എന്നുള്ളത് അന്വേഷിക്കും. അപ്പോൾ വായ്പയുടെ തിരിച്ചടവ് കൃത്യമാക്കിയാൽ മാത്രമേ നിങ്ങളുടെ സിബിൽ സ്കോർ മെച്ചപ്പെടുകയുള്ളൂ. ആ സിബിൽ സ്കോർ മെച്ചമല്ലെങ്കിൽ, ഈ 700 മേലെ പോയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബാങ്കും വായ്പ തരാൻ സന്നദ്ധമാകില്ല. കണിച്ചുകുളങ്ങരയിലൂടെ ഗ്രാമപാതയിലൂടെ സദാ ഓടിക്കൊണ്ടിരിക്കുന്ന SRKയുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് വാഹനത്തെ കാണാം. ശ്രീരാമകൃഷ്ണ ഗ്രാമസേവാ സമിതിയുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ. പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടിൽ വിവിധ പഞ്ചായത്തുകളിലായിട്ട് 600ഓളം ക്യാൻസർ പേഷ്യൻസ് കിടപ്പ് രോഗികളായിട്ട് തന്നെയുണ്ട്. അവർക്ക് വേണ്ടുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പ്രധാനമായി ഞങ്ങൾ അവരുടെ വീടുകളിൽ ചെന്ന് അത്യാവശ്യം വേണ്ട മരുന്നുകളും കെയറുകളും എല്ലാം ഞങ്ങൾ കൊടുത്തു പോരുന്നു. ഇപ്പോൾ നിലവിൽ 340 പേഷ്യൻസിന് നമ്മൾ കെയർ കൊടുക്കുന്നുണ്ട്. അവരെ എങ്ങനെയെങ്കിലും ഇന്നത്തെ ദുരിതത്തിൽ നിന്നും ഞങ്ങളെ കൊണ്ടാകാവുന്ന പ്രവർത്തനങ്ങൾ അവരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു വലിയൊരു ലക്ഷ്യം ഞങ്ങൾ കാണുന്നുണ്ട്. അനേകം രോഗികളുടെ പ്രത്യാശയും പ്രതീക്ഷയുമാണ് SRKയുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തന പദ്ധതി. ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ മികച്ച മാതൃകയാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് പദ്ധതി. 30ാമത്തെ വയസ്സിൽ കിടപ്പിലായി പോയതാണ് വേലിക്കകത്ത് ഫിലോമിന. ഇപ്പോൾ 70 വയസ്സ് പിന്നിട്ടു. സഹോദരി അമ്മിണിയാണ് ശുശ്രൂഷിക്കുന്നത്. ഇവരെ സഹായിക്കാൻ SRKയുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് യൂണിറ്റിലെ സുജാത സിസ്റ്ററും മീനുവും വരും. 40 വർഷമായിട്ട് ഇങ്ങനെ കുറേ ഇതായിട്ട് കിടപ്പാണ്. ആ ചേച്ചിക്ക് എല്ലാ സാധനവും ഇവിടെ ഇപ്പോൾ എനിക്ക് എല്ലാ മാസവും എത്തിച്ച് തരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വളരെ അധികം നന്ദിയാണ് ഇവരോട് പറയേണ്ടത്. എനിക്ക് ഒരുപാട് ഉപകാരങ്ങളാണ്. മരുന്ന്, ഓയിൽമെൻറ്റ്, പെര തുടക്കാനുള്ള മരുന്ന് വരെയും തന്നെ ഉണ്ട്. അതുവരെ മാസം തോറും കറക്റ്റായിട്ട് കൊണ്ടുവന്ന് തന്നെ ഉണ്ട്. ഓരോ രോഗിയുടെയും വീടുകളിലേക്കെത്തി
സ്നേഹത്തിന്റെയും ജീവകാരുണ്യത്തിന്റെയും കയ്യൊപ്പ് ചാർത്തുന്നു SRK ഗ്രാമസേവാ സമിതി. ഞങ്ങൾ രണ്ടാളും, ഞങ്ങളുടെ സാരഥിയുണ്ട് സജീഷ്, ഞങ്ങൾ മൂന്നാളും കൂടിയാണ് ഈ എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും പോകാറ്. കടക്കരപ്പള്ളി പഞ്ചായത്ത്, പട്ടണക്കാട് പഞ്ചായത്ത്, മണ്ണഞ്ചേരി പഞ്ചായത്ത്, കഞ്ഞിക്കുഴി പഞ്ചായത്ത്, ചേർത്തല സൗത്ത്, മാരാരിക്കുളം നോർത്ത്, മാരാരിക്കുളം സൗത്ത്, കഞ്ഞിക്കുഴി എന്നീ പഞ്ചായത്തുകളിലാണ് ഞങ്ങൾ ഇത്രയും നാൾ വർക്ക് ചെയ്തത്. 1 വർഷത്തിന് മേലെയായി ഇപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഞങ്ങളെ കാത്തിരിക്കുന്ന അമ്മമാരാണ് ഭൂരിഭാഗവും. പ്രായമായവരെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി തുടർബാല്യം തുടങ്ങുകയും അതേപോലെ തന്നെ ആ തുടർബാല്യത്തിൽ അവർക്ക് കളികളും ചിരികളും പാട്ടുകളൊക്കെ ആയിട്ട് അവരുടെ മാനസികോല്ലാസം കൈവരിപ്പിക്കുകയും ചെയ്യാറുണ്ട്. 3 മാസത്തിലൊരിക്കലാണ് നമ്മളത് ചെയ്യാറുള്ളത്. രോഗത്താൽ കഷ്ടപ്പെടുന്നവരെ സഹായിക്കുന്നത് പോലെ തന്നെ ശ്രേഷ്ഠമായൊരു കർമ്മ പരിപാടിയാണ് തുടർ ബാല്യം എന്നത്. വാർദ്ധക്യം എന്നത് 2ാം ബാല്യമാണ്. ചിലപ്പോൾ കൈപിടിച്ച് നടത്തേണ്ട അവസ്ഥയിലായിരിക്കും വൃദ്ധജനങ്ങൾ. ജീവിത വഴിയിൽ ചിലപ്പോൾ തളർന്നു വീണുപോയവർക്ക് ഒരു കൈത്താങ്ങായിട്ടാണ് SRK ഗ്രാമസേവാ സമിതി തുടർ ബാല്യം പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. പ്രതീക്ഷകൾ അസ്തമിച്ച ജീവിതങ്ങൾക്ക് പ്രകാശത്തിന്റെ തിരിനാളമായി അണയാത്ത പൊതുവെളിച്ചം SRK നൽകുമ്പോൾ വാർദ്ധക്യത്തിന്റെ വേവലാതികൾ മറന്ന് അവർ പാടുന്നു. ഒരു വപുസ്സു ഞങ്ങൾ, ഒരു വജസ്സു ഞങ്ങൾ, ഒരു മനസ്സു ഞങ്ങൾ, ഒരു തരം വിചാരം അഖിലരും വരുന്നു പൊൻശരണം തേടി. ഹരിഹരാത്മജാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ. തുടർ ബാല്യം വലിയൊരു കൂട്ടായ്മയാണ്, ഒരു സ്നേഹത്തണൽ. ജീവിതത്തിന്റെ സമസ്ത മേഖലയിലെയും ജനങ്ങളെ SRK ഗ്രാമസേവാ സമിതി ചേർത്ത് പിടിക്കുന്നു. തൊഴിൽ സംരംഭങ്ങൾ എന്തുമാകട്ടെ, സംരംഭത്തിന് 50% സബ്സിഡി നിരക്കിൽ മെഷീനറികളും മറ്റും നൽകുന്നു. ഇത് 5 പേര് ചേർന്ന് ആരംഭിച്ച വർണ്ണകല ടൈലറിംഗ് യൂണിറ്റ്. ഈ ഒരു യൂണിറ്റിന് വേണ്ട സാമ്പത്തിക സഹായം നൽകിയത് SRK ഗ്രാമസേവാ സമിതിയാണ്. ടൈലറിംഗ് യൂണിറ്റുകൾ ആരംഭിച്ച ഒട്ടേറെ വനിതകൾക്ക് SRK സാമ്പത്തിക സഹായം നൽകി. ഉപജീവനത്തിന് വഴി തെളിയിച്ചു കൊടുത്തു. ഞങ്ങൾക്ക് SRKയിൽ നിന്നാണ് 5 മിഷൻ കിട്ടിയത്. സബ്സിഡിയോട് കൂടിയാണ് ഞങ്ങൾക്കത് കിട്ടിയത്. ഞങ്ങൾക്കതിന് 5 പേർക്കും ഒരു ഉപജീവന മാർഗമാണ്. ചെറിയ മെഷീനായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഒരു മെഷീൻ നല്ലത് വാങ്ങിക്കണമെന്ന് കരുതിയിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ SRKയിൽ നിന്നും ഇങ്ങനെ തയ്യൽ മെഷീൻ പകുതി വിലയ്ക്ക് കൊടുക്കുന്നതെന്ന് അറിഞ്ഞ് 26,000 രൂപയുടെ മെഷീൻ ഞങ്ങൾക്ക് 13,000 രൂപയ്ക്ക് കിട്ടിയത് ഞങ്ങൾക്ക് വളരെ ഉപകാരമായിരുന്നു. ഈ ടൈലറിംഗ് യൂണിറ്റിനായിട്ട് SRKയിൽ നിന്ന് സാമ്പത്തിക സഹായം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു തുകയാണ് കിട്ടിയത്. അപ്പോൾ അത് 410 രൂപയായിട്ട് ഞങ്ങൾക്ക് ആഴ്ചയിൽ അടക്കാൻ പറ്റുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. ഗ്രാമങ്ങളിൽ വൈവിധ്യമാർന്ന തൊഴിൽ സംരംഭങ്ങളാണ് JLGയിലൂടെ ആരംഭിച്ചത്. ഒട്ടേറെ പേർ ചെത്തിക്കടപ്പുറത്തു നിന്ന് ശുദ്ധമായ മീൻ വാങ്ങി കഴുകി വൃത്തിയാക്കി ഉണക്കി പാക്കറ്റുകളിലാക്കി വിൽപ്പന നടത്തുന്നു. ഇത്തരത്തിൽ ഒട്ടേറെ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അച്ചാറ്, ചെമ്മീൻ ഫ്രൈ, ചെമ്മീൻ ചമ്മന്തിപ്പൊടി എല്ലാം ഞങ്ങളുടെ സ്നേഹതീരം ഗ്രൂപ്പിൽ ഞങ്ങൾ 4 അംഗങ്ങളാണ്. അത് നല്ല രീതിയിൽ ഞങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് SRK ഞങ്ങളെ സഹായിച്ച്. ഗ്രാമപ്രദേശത്ത് സ്ത്രീകൾ ഒത്തുകൂടി SRK ഗ്രാമസേവാ സമിതിയുടെ കോർഡിനേറ്റർമാരുടെ നേതൃത്വത്തിൽ JLGകൾ രൂപീകരിക്കുന്നു. അതിനുശേഷം സംരംഭങ്ങൾ ആരംഭിക്കുന്നു. മീൻ ഉണക്കി പാക്കറ്റുകളിൽ നിറച്ച് വിൽപ്പന ചെയ്യുന്നതിനോടൊപ്പം കുളങ്ങളിൽ മീൻ വളർത്തുകയും ചെയ്യുന്നു. ഞങ്ങളിവിടെ SRKയുടെ കീഴിൽ പല ഗ്രൂപ്പുകളും ഇവിടെ ഉണ്ട്. പല പല ബിസിനസ്സാണ് ഓരോരുത്തർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മീൻ വളർത്താണ് ഞങ്ങൾ എല്ലാവർക്കും. അത് കൂടുതൽ മെച്ചമാണ് നമുക്കുണ്ടായത്. കണിച്ചുകുളങ്ങരയിലെയും സമീപ ഗ്രാമങ്ങളിലെയും പ്രധാന തൊഴിൽ സംരംഭമായിരുന്നു കയർ നിർമ്മാണം. എന്നാൽ കയർ നിർമ്മാണം പല കാരണങ്ങളാലും ക്ഷയിച്ചു വന്നു. അപൂർവം ചില ആളുകൾ ഈ തൊഴിലിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇവർക്കൊപ്പം SRK ഗ്രാമസേവാ സമിതി ചേർന്ന് വേണ്ട സഹായം ചെയ്യാൻ തയ്യാറാവുന്നു. കാലാകാലങ്ങളായിട്ട് ചെയ്യുന്ന തൊഴിലാണ്. പണ്ട് ഞങ്ങളിത് റാഡിങ്ങിനെ കറക്കിയാണ് പിടിച്ചിട്ടിരുന്നത്. 2-3 പേര് കൂടി ചെയ്തിട്ടിരുന്നത്. ഇപ്പോൾ ഒറ്റയ്ക്ക് സ്വയം തൊഴിലായിട്ട് പിന്നെ ഞങ്ങൾ മോട്ടർ റാഡ് വെച്ച് വർക്ക് ചെയ്യുന്നതാണ്. SRK ഗ്രൂപ്പിൽ നിന്ന് ലോൺ എടുത്ത് ഞങ്ങൾക്ക് സ്വയം തൊഴിലിന് വേണ്ടിയിട്ട് എടുത്ത് ചെയ്യണതാണെന്ന്. SRK ഗ്രാമസേവാ സമിതിയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ
ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക്, സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നാണ് പ്രവർത്തിക്കുന്നത്. ഓരോ കുടുംബങ്ങളിലെയും അവസ്ഥ മനസ്സിലാക്കിയിട്ട് അവർക്ക് എന്ത് വേണ്ട സഹായങ്ങളാണോ ആവശ്യം അതാണ് എത്തിച്ചു കൊടുക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തന പദ്ധതി ഇപ്പോൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. പൊന്തുവള്ളം എന്ന് പറയുന്ന ഒരാൾക്ക് മാത്രം പോകാവുന്ന മത്സ്യം പിടിക്കാവുന്ന ഒരു സംവിധാനമാണത്. ചെത്തി കടപ്പുറം ഉണരുന്നത് മത്സ്യത്തൊഴിലാളികളുടെ ജീവിത താളം കേട്ടുകൊണ്ടാണ്. മത്സ്യത്തൊഴിലാളികളെ സഹായിക്കുന്നതിന് SRK പുതിയൊരു സാമ്പത്തിക സഹായ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതാണ് പൊന്തുവള്ളങ്ങൾ. ഒരാൾക്ക് ഒറ്റയ്ക്ക് കടലിൽ പോയി മീൻ പിടിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന പൊന്തുവള്ളം. ഇതിന് SRK സാമ്പത്തിക സഹായം നൽകുന്നു. പരിഷ്കരിച്ച പൊന്തുവള്ളങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകാൻ പുതിയ പദ്ധതി SRK ഗ്രാമസേവാ സമിതി ആവിഷ്കരിക്കുന്നു. സൂര്യനിൽ നിന്ന് കിട്ടുന്ന ഇലക്ട്രിസിറ്റി കൊണ്ട് ഇലക്ട്രിക് ആയിട്ടുള്ള ഒരു ബാറ്ററി സിസ്റ്റമായിട്ട് അത് ഇവിടുന്ന് ഉപയോഗിക്കാനായിട്ട് എന്ന് വെച്ചാൽ നമുക്കൊരു 8 കിലോമീറ്റർ 10 കിലോമീറ്റർ വരെ സൗണ്ട്ലെസ് ആയിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ അത് നമുക്ക് മത്സ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അത് ഗുണകരമാകുന്നു. സൗണ്ടില്ലാതെ തന്നെ പോയി ക്യാച്ച് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതാ കൂടുതൽ മത്സ്യം അവിടെ ഉണ്ടെങ്കിൽ പോലും തിരിച്ചു പോകാനും ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ വന്ന് തിരിച്ചു പോകാനും അവർക്ക് സാധിക്കും. അങ്ങനെയുള്ളൊരു പദ്ധതി കൂടി ഞങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ആക്ടിവിറ്റികളെ 4ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. JLGയുടെ കാർഷികം, വ്യവസായം, സേവനം, ബിസിനസ്. അതിൽ ബിസിനസ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നില്ലെങ്കിലും കാർഷികവും വ്യവസായവുമാണ് ഞങ്ങൾ JLG വായ്പകൾക്കായിട്ട് തിരഞ്ഞെടുക്കുന്നത്. നബാർഡിന്റെ സഹായ സഹകരണത്തോടെ ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കാൻ SRK ഗ്രാമസേവാ സമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നബാർഡും SRKയും തമ്മിൽ ഒരു വളരെ വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ട്. നമ്മളുടെ സ്ത്രീജനങ്ങളെ ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ട്രാക്ടർ, ടില്ലർ, ബ്രഷ് കട്ടർ, അതുപോലെ തെങ്ങ് കയറുന്നതിനുള്ള ഉപകരണങ്ങൾ ഇവരെല്ലാം പരിശീലിപ്പിച്ചുകൊണ്ട് അവർക്ക് നിത്യവരുമാനത്തിന് ഒരു മാർഗമുണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു ലക്ഷ്യം. ആ ലക്ഷ്യം നമുക്ക് SRK വഴി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ JLG ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അവർക്ക് സ്വയം സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള ഒരു സഹായം കൂടി ഞങ്ങൾ SRK വഴി ചെയ്തിട്ടുണ്ടായിരുന്നു. സാച്ചുറേഷൻ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു SSS സ്കീമുണ്ട്, SSS എന്ന് പറയും. അത് ഇന്ന് നമ്മളുടെ രാജ്യത്ത് ഏതൊരു വ്യക്തിക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കും. ഈ ബാങ്ക് അക്കൗണ്ട് ഉള്ള ഒരു വ്യക്തിക്ക് പ്രതിവർഷം 20 രൂപ മുടക്കി കഴിഞ്ഞാൽ ഒരു ആക്സിഡൻ്റൽ ഇൻഷുറൻസ് സ്കീം ഇന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. ഞാനും ഞങ്ങളുടെ LDM എന്ന് പറയുന്ന ലീഡ് ഡിസ്ട്രിക്ട് മാനേജറാണ്. അദ്ദേഹവും നബാർഡും കൂടി സംരംഭിച്ചുകൊണ്ട് പെരുമ്പളം എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒരു സർവേ നടത്തുകയുണ്ടായി. ആ സർവേയിൽ ചുക്കാൻ പിടിച്ചതും SRKയാണ്. ഈ പറയുന്ന 3 പ്രവൃത്തികളും സാധ്യമാക്കിയത് ഞങ്ങളുടെ SRK വഴിയാണ്. സ്ത്രീകൾക്ക് തൊഴിലിടങ്ങളിലേക്ക് സൗകര്യപ്രദമായി പോയി വരുന്നതിന്, തൊഴിൽ സംരംഭങ്ങൾ നടത്തുന്നതിന് ഇരുചക്രവാഹനങ്ങൾ 50% സബ്സിഡി നിരക്കിൽ SRK ഗ്രാമസേവാ സമിതി നൽകി വരുന്നു. SRKയുടെ സബ്സിഡി ആയിട്ട് പകുതി വിലക്ക് വണ്ടി കിട്ടി. അപ്പോൾ എനിക്ക് ജോലിക്ക് പോകാനും എല്ലാത്തിനും നല്ല ഉപകാരപ്പെട്ട ഒരു ഇതാണ്. നമ്മൾ ഓരോ ഗ്രാമപഞ്ചായത്ത് അടിസ്ഥാനത്തിലും ഓരോ കോർഡിനേറ്റർമാരെ നിശ്ചയിച്ചു. അത് ലേഡീസിനാണ് മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. അവർ JLGകൾ, പിന്നെ SHGകൾ, കാർഷിക കർമ്മസേനകൾ, അതോടൊപ്പം തന്നെ NGO കോൺഫെഡറേഷൻ്റെ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട് കോഴിക്കോടും കോഴിക്കുഞ്ഞുങ്ങളും, വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ, സൈക്കിള്, 800ഓളം പേർക്ക് ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്കൂൾ കിറ്റ്, തയ്യൽ മെഷീനുകൾ, ഇതെല്ലാം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യഥാർത്ഥ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിലേക്കുള്ള സർവേയും ഫീൽഡ് വർക്കുകളും ആരംഭിച്ച് ആണിപ്പം നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏകദേശം ഒരു 147ഓളം തയ്യൽ മെഷീനുകൾ, അതോടൊപ്പം തന്നെ 73ഓളം സ്കൂട്ടറുകൾ കൊടുത്തു കഴിഞ്ഞു. ഇപ്പം 50 സ്കൂട്ടർ കൊടുക്കാനായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് വർക്കുകളെല്ലാം കഴിഞ്ഞു. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീക്കിയിരിക്കുകയാണ്. ഓരോ പ്രദേശത്തും SRK ഗ്രാമസേവാ സമിതിക്ക് കോർഡിനേറ്റർമാരുണ്ട്. കോർഡിനേറ്റർമാരാണ് ഗ്രാമങ്ങളിലെ JLGകളുടെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. കോർഡിനേറ്റർമാർ SRKയുടെ പ്രസിഡന്റും സെക്രട്ടറിയുമായി ചർച്ച ചെയ്ത് ഗുണഭോക്താക്കളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സാമ്പത്തിക സഹായം നൽകുന്നു. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ജനസുരക്ഷാ പദ്ധതികളായ PMJJBY, PMSBY,
അടൽ പെൻഷൻ യോജന എന്നീ ഇൻഷുറൻസ് സംബന്ധമായ പെൻഷൻ സംബന്ധമായ പ്രോഡക്റ്റുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു കർത്തവ്യം SRK ഞങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആലപ്പുഴ ജില്ലയിൽ നിലവിൽ 72 ഗ്രാമപഞ്ചായത്തുകളിൽ 35 പഞ്ചായത്തോളം സമ്പൂർണ്ണ സുരക്ഷ എത്തിക്കുവാൻ സാധിച്ചിട്ടുള്ളത്. ആലപ്പുഴ ജില്ലയെ പരിപൂർണമായും സുരക്ഷാ പദ്ധതിക്ക് കീഴിൽ വരുത്തുക എന്നതുമാണ് ലീഡ് ബാങ്കിൻ്റെ ഒരു പ്രാഥമികമായ ഒരു ലക്ഷ്യം. ജനോപകാരപ്രദമായ വൈവിധ്യമാർന്ന കർമ്മ പരിപാടികൾ ആവിഷ്കരിച്ച് ശ്രീരാമകൃഷ്ണ ഗ്രാമസേവാ സമിതി നടപ്പാക്കിയപ്പോൾ പ്രസ്ഥാനം വളരെ വേഗത്തിൽ പടർന്ന് പന്തലിച്ചു. മഹാവൃക്ഷത്തിന്റെ തണലിൽ ജീവകാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും വലിയ കൂട്ടായ്മകൾ എവിടെയും കാണാനാകുന്നു. ഗ്രാമീണ മേഖലയിലെ ഈ പ്രദേശത്തുള്ള തൊഴിൽരഹിതരായ സാധാരണക്കാരായ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വനിതകളെയൊക്കെ സംഘടിപ്പിച്ച് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും അവർക്ക് ചെറുകിട വ്യവസായ സംരംഭങ്ങൾ സംഘടിപ്പിക്കുന്നതിനും അവരുടെ ചെറുകിട കൃഷിയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായിട്ടുള്ള പ്രവർത്തനങ്ങളും അതിനുള്ള നല്ല പിന്തുണയുമാണ് SRK ഗ്രാമസേവാ സമിതി ഈ പ്രദേശത്ത് നൽകിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പും സൈക്കിളും 50% സബ്സിഡിയോടെ നൽകുന്നതോടൊപ്പം യുവതലമുറ നേരിടുന്ന അനേകം വെല്ലുവിളികളെ നേരിടാനും പരിഹാരം കാണാനും SRK മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്നത് കുട്ടികളാണ്. ഭാവിയെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള അപകടകരമായിട്ടുള്ള വെല്ലുവിളികളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് യൂത്ത് ഫോഴ്സ് എന്നൊരു സംവിധാനമാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. 12 മുതൽ 30 വയസ്സ് വരെയുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഏത് പ്രോജക്റ്റ് എടുത്താലും ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്നത് ജനങ്ങൾ ഞങ്ങളോടൊപ്പം ഉള്ളത് കൊണ്ടാണ്. ആ ജനങ്ങളാണ് ഞങ്ങളുടെ കരുത്ത്. ജനങ്ങളോടൊപ്പം മാനവസേവ, ഈശ്വരസേവ എന്നതാണ് ഞങ്ങളുടെ പ്രവർത്തന ലക്ഷ്യം. മത്സ്യത്തൊഴിലാളികൾ, കർഷകർ, വൃദ്ധജനങ്ങൾ, വിദ്യാർത്ഥികൾ, തൊഴിൽ സംരംഭകർ, വനിതാ കൂട്ടായ്മകൾ, കച്ചവടക്കാർ തുടങ്ങി സമൂഹത്തിലെ സമസ്ത ജനവിഭാഗങ്ങളെയും ഹൃദയപൂർവ്വം ചേർത്തു നിർത്തി ഗ്രാമവികസനം സാധ്യമാക്കുന്ന പ്രസ്ഥാനമാണ് ശ്രീരാമകൃഷ്ണ ഗ്രാമസേവാ സമിതി. മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജ് എന്ന ആശയം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായാണ് SRK ഗ്രാമസേവാ സമിതി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിലെ സമസ്ത ജനവിഭാഗങ്ങളുടെയും സഹകരണം ഞങ്ങൾ ലഭിക്കുന്നുണ്ട്. അതിൽ ഞങ്ങൾ സംതൃപ്തരാണ്. കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സദാ ജാഗരൂകരോടുകൂടിയാണ്.